ആൾക്കാർ വിചാരമുണ്ട് ബോച്ച ഒരു കോമാളിയാണ്, ഇയാൾ കോമാളിയാണ്, മണ്ടത്തരങ്ങൾ കാണിച്ച് നടക്കുവാണ്, കുറേ ഹേറ്റേഴ്സ് ആണ് അത്. പക്ഷേ ബോച്ചയെ പോലെ ബുദ്ധിമാൻ വേറെ ഇല്ല. അദ്ദേഹം ഒരു നല്ല ബിസിനസ്സുകാരനാണ്. അപ്പോൾ അതിന് ഏറ്റവും എക്സാമ്പിളാണ് ഇനിയിപ്പോൾ മൊണാലിസ കൊണ്ടുവരാൻ പോവാണ്. പക്ഷേ നിങ്ങളിപ്പോൾ വീഡിയോ കണ്ട പോലെ കാജൽ അഗർവാളിന് ഇപ്പോൾ ദുബായിൽ റീസെൻ്റ്ലി കൊണ്ടുവന്നു. അവിടുത്തെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് ബോബി ചെമ്മണ്ണൂരിൻ്റെ അടുത്തൊരു ബ്രാഞ്ച് ഇൻ്റർനാഷണലിൽ അവിടെ ലോഞ്ച് ചെയ്ത സമയത്ത്. അത് മാത്രമല്ല, പിന്നെ നമ്മുടെ വേറൊരു നായിക ഇപ്പോൾ തമിഴ്നാട്ടിലും കൊണ്ട്, ഇവരെല്ലാം ഫേമസ് സ്റ്റാർസാണ്. കാജൽ അഗർവാളൊക്കെ ഒരുപാട് സിനിമകൾ, കാജലൊക്കെ വിജയുടെ കൂടെയും അജിത്തിൻ്റെ കൂടെയും അങ്ങനെ ഒത്തിരി വലിയ വലിയ താരങ്ങളുടെ കൂടെ അഭിനയിച്ച് ഹിന്ദിയിലൊക്കെ പോയി അത്രയും ഫേമസ് പേഴ്സണാണ്. അപ്പോൾ അവരെയൊക്കെ കൊണ്ടുവരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോച്ചയുടെ റേഞ്ച് ആലോചിച്ച് നോക്കും. അപ്പോൾ ഈ റീസെൻ്റ്ലി ഇപ്പോൾ നമ്മുടെ കേരളത്തിലുണ്ടായ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ കുറേ വാണങ്ങളൊക്കെ എഗെയിൻസ്റ്റ് ആയിട്ട് അദ്ദേഹത്തിന് അടിച്ചു. അദ്ദേഹം നല്ല ബുദ്ധിമുട്ടുള്ള മനുഷ്യനാണ്, നല്ല ബിസിനസ്സുകാരനാണ്. അത് നിങ്ങൾ എന്ത് വേണമെങ്കിലും കരുതിയോ. കുറേ ആൾക്കാർ കോമാളിയാക്കി വെച്ചിരിക്കുകയാണ്, അത് നമുക്കറിയത്തില്ല. പക്ഷേ ബോച്ച വേറെ ലെവലാണ്, ബിസിനസ് ലെവൽ നോക്കുകയാണെങ്കിൽ വേറെ ലെവലാണ്. അദ്ദേഹം ഇനിയും ഒരുപാട് ഹൈറ്റ്സിലേക്ക് പോകും. ബിക്കോസ് ഇപ്പോൾ അദ്ദേഹത്തിന് ഫാൻസ് ലെവൽ കൂടിയിട്ടേ ഉള്ളൂ, മനസ്സിലായി. പിന്നെ ഇപ്പോൾ മൊണാലിസയെ കൊണ്ടുവരാൻ പറ്റുന്നു, അപ്പോൾ അതിനെക്കാട്ടിലും അങ്ങോട്ട് മേലോട്ട് പോകും. അത് മാത്രമല്ല, ഇത് വന്നപ്പോൾ ഇവർ കുറേ ആർപ്പ് വിളികൾ, ബോച്ച എന്നുള്ള വിളികൾ, അവിടെ എന്തോരം ക്രൗഡാന്ന് പറഞ്ഞത് ഇപ്പോൾ കാജൽ അഗർവാളിനെ കൊണ്ടുവന്നപ്പോൾ അവിടെ വന്നപ്പോൾ. അപ്പം ഇതാണ് സംഭവം. അത് മാത്രമല്ല, ഈ സെലിബ്രിറ്റിയിൽ കുറേ ആൾക്കാരൊക്കെ ബോച്ചനെ ഹഗ് ചെയ്യുന്നതും വളരെ ക്ലോസ്ലി ആയിട്ടാണ് അവർ ബിഹേവ് ചെയ്യുന്നത്. ഇവിടെ ഒന്നും പറയുന്നില്ല, പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലിൽ പോകും. എനിവേ, ഇനിയിപ്പോൾ ചില ആൾക്കാരുടെ മാർക്കറ്റ് അങ്ങോട്ട് കംപ്ലീറ്റ്ലി ഇടിഞ്ഞ് അങ്ങോട്ട് താരും, മനസ്സിലായില്ലേ. ബോച്ച വളരെ സൈലൻ്റ് ആയിട്ടിരുന്നിട്ട് പണി കൊടുക്കും. ചില ആൾക്കാരുടെയൊക്കെ വിചാരമുണ്ട് അവരൊക്കെ എന്തെയോ സംഭവങ്ങളാണ്. നീ കാജൽ അഗർവാളിനെ പോലെയോ അല്ലെങ്കിൽ ഇപ്പം കുറേ ആൾക്കാരെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ഹൻസിക മൊത്തുവാനി, ഇവരെ പോലുള്ള ഒരു പേഴ്സണും അല്ല. ഇപ്പം ബോച്ച കൊണ്ടുവന്നപ്പോൾ കേരളത്തിൽ കുറേ ഉദ്ഘാടനത്തിന് കൊണ്ടുവന്നപ്പോൾ റീസെൻ്റ്ലി ഹണി റോസ് ആയാലും ശരി, മറ്റേ വേറൊരുത്തി ഉണ്ടല്ലോ, ഇവരെല്ലാം തുക്കട സ്റ്റാറാണ്. വലിയ ഫേമസ് ആയിട്ടുള്ള വലിയ സിനിമയിലൊന്നും അഭിനയിച്ചിട്ടുമില്ല, അതിനുള്ള കാലിബറും ഇല്ല. ഞാൻ നോക്കിയിട്ട് അത് അത്ര വലിയ സംഭവങ്ങളൊന്നും ആയിട്ടുമില്ല. ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ നല്ലൊരു റീച്ച് ലെവൽ അവരുടെ രീതിയിൽ ഉണ്ടാക്കിയിട്ടുള്ള സ്റ്റാർസാണ്. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ശരിയാണെന്നോറും കമൻസ് ചെയ്യുക, ശരിയല്ലാത്തവരും കമൻസ് ചെയ്യാം. കുറേ ആൾക്കാരുണ്ടാവും ബോച്ചയ്ക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള. എനിവേ, ബോച്ച വേറെ ലെവലിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങോട്ട് പോട്ടെ പുള്ളി. ഷെയർ ദിസ് വീഡിയോ.